അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൻ്റെ ഉത്തരത്തിൽ മുക്കാൽ അവസാനത്തെ 3 പാദങ്ങൾ അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. വക്രഗതിയിൽ ആണ് ബുധൻ എന്നുള്ളത് കൊണ്ട് തൊഴിൽ രംഗത്തിൽ പല കാര്യങ്ങളും ഒന്ന് വന്നു എന്ന് തോന്നിയിട്ട് വീണ്ടും അത് ഇല്ലാതെയാകുന്നതായിട്ടോ മുടങ്ങുന്നതായിട്ടോ ഒക്കെ കാണാവുന്നതാണ്. പക്ഷേ എന്താണെങ്കിലും അത് പിന്നീട് അത് ഗുണത്തിന് വേണ്ടിയിട്ടാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു ലാഗ് ഉണ്ടാകും എന്നുണ്ടെങ്കിലും അത് നമുക്ക് വീണ്ടും പഴയ പദ്ധതികൾ പിന്നീട് ഗുണപ്രദമായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ലാഭഭാവത്തിലേക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. സുഹൃത്തുക്കൾ വഴിയായിട്ടും ഒക്കെയുള്ള പുതിയ അവസരങ്ങളും ധനകാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. പൊതുവെ ആരോഗ്യം മെച്ചം തന്നെയാണ്. ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊഴിച്ചാൽ മറ്റ് ആരോഗ്യ വിഷയങ്ങളിൽ അധികം ആശങ്കകൾ ഉണ്ടാകേണ്ട കാര്യമില്ല. കുടുംബത്തിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ 11ാം ഭാവത്തിൽ വ്യാഴമാണ്. പൊതുവേ ഈശ്വരാനുഗ്രഹം ഉള്ള കാലമാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശാസ്താവിന് പൂജ കഴിക്കുക, അതുപോലെ തന്നെ ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുക മുതലായിട്ടുള്ള അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭജനം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലും അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ കഴിക്കുകയോ ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഫലം തരാൻ നല്ലതാണ്.